എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഓരോ ആസനങ്ങളും പരിശീലിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലെ ആസനങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് അർദ്ധപവനമുക്താസനം, മാർജാരാസനം, പാർശ്വ അർദ്ധ നൗകാസനം, ഇവ മൂന്നുമാണ്. നമുക്കിന്ന് ആദ്യം അർദ്ധപവനമുക്താസനത്തിലേക്ക് കടക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കാവുന്നതാണ്. ഇനി വലതുകാലിന്റെ മുട്ട് മടക്കിക്കൊണ്ടുവരികയും ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വലതുകാലിന്റെ മുട്ടിൽ കൈകൾ കോർത്തു പിടിക്കുകയും ചെയ്യുക. ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും കൊണ്ട് കോർത്തു പിടിച്ചിരിക്കുന്ന വലതു കാലിനെ വയറിലേക്ക് കഴിയുന്നത്ര അടുപ്പിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ പതിയെ അയച്ചു കൊണ്ടുവരികയും വലതു കാലിനെ ശരീരത്തിൽ നിന്ന് അല്പം അകത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുകാലിനെ വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ പതിയെ അയച്ച് കാലിനെ അല്പം അകത്ത് നിർത്തുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കുക. അതിനുശേഷം വലതുകാൽ താഴ്ത്തി ഇടതുകാലിനോട് ചേർത്ത് തറയിൽ പതിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിയും ചെയ്യേണ്ടതാണ്. അതായത് ഇടതുകാലിന്റെ മുട്ടി മടക്കിക്കൊണ്ട് വന്നതിന് ശേഷം ഇരു കൈകൾ കൊണ്ടും കാൽമുട്ടിൽ കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുകാലിനെ കഴിയുന്നത്ര വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ പതിയെ അയച്ച് ഇടതുകാലിനെ ശരീരത്തിൽ നിന്ന് അല്പം അകത്തി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിലും 7-8 തവണ പരിശീലിക്കുക. 50 വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്കായതുകൊണ്ടാണ് ഈ രീതിയിൽ അർദ്ധപവനമുക്താസനം നമ്മൾ പരിശീലിച്ചത്. ഇനി ഇത് യഥാർത്ഥമായി പരിശീലിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതുകാലിന് മുട്ട് മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടിൽ കൈകൾ കോർത്തു പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ടുവരികയും കാല് വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം നെറ്റി വലതുകാലിന് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ താഴ്ന്നു വന്ന് തല തറയിൽ പതിച്ചു വെച്ച് കിടക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എത്രത്തോളം അടുപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും. ഈ രീതിയിലും 7-8 തവണ പരിശീലിക്കുക. ഇനി വലതുകാൽ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം കൈകൾ കാൽമുട്ടിൽ കോർത്തു പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റി ഇടതുകാലിന് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ്. ഈ രീതിയിലും 7-8 തവണ പരിശീലിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ അർദ്ധപവനമുക്താസനം പരിശീലിക്കാം എന്നുള്ള ആളുകൾ ഈ രീതിയിൽ പരിശീലിച്ചാൽ മതി. അല്ലാത്ത വ്യക്തികൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്താലും മതിയാകും. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം വയറിനുള്ളിലെ മസിലുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നു. ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കേട് മുതലായവയ്ക്ക് നല്ല രീതിയിലുള്ള ശമനം കാണുന്നതിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ നട്ടെല്ലിന്റെ കശേരുക്കൾ നല്ല രീതിയിൽ വലിഞ്ഞയഞ്ഞു വരുന്നതിനും കഴുത്തിന്റെ കശേരുക്കൾ ശക്തി പ്രാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ
നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണുന്നതിനും സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മാർജാരാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ല് നിവർന്ന് നിൽക്കുക. ഇരു കാൽമുട്ടുകളും തമ്മിൽ ഏകദേശം ഒരടിയുടെ എങ്കിലും അകലം ഉണ്ടായിരിക്കണം. ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് കാൽമുട്ടുകൾക്ക് മുന്നിലേക്ക് 1.5 അടി അകലം വരുന്ന രീതിയിൽ ഇരു കൈപ്പത്തികളും തറയിൽ പതിച്ചു വെക്കാവുന്നതാണ്. ഇപ്പോൾ പൂച്ച 4 കാലിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാർജാരാസനം എന്ന് പേര് പറയുന്നത്. ഈ നിലയിൽ നിന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല അല്പം ഉയർത്തിക്കൊണ്ട് വരികയും നടുവിനെ കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല കഴിയുന്നത്ര ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടു കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയെ മുകളിലേക്കും നടുവിനെ കഴിയുന്നത്ര താഴ്ത്തി കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടുവിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 8-10 തവണ പരിശീലിക്കാവുന്നതാണ്. വളരെ സാവധാനം മാത്രമായിരിക്കണം പരിശീലിക്കേണ്ടത്. അതേപോലെ അവനവന് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഈ ആസനം പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നടുവിനെ താഴ്ത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നടുവിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ഇങ്ങനെ മാത്രം പരിശീലിച്ചാൽ മതിയാകും. അല്ലാതെ തല ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണാൻ സഹായിക്കുന്നു. കഴുത്തു മുതൽ നട്ടെല്ല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലെയും കശേരുക്കൾ അയഞ്ഞു കിട്ടുന്നതിനും അരക്കെട്ടിനുണ്ടാകുന്ന കഴച്ചുപൊട്ടലിനും വേദനയ്ക്കും ശമനം കാണുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിനും മാർജാരാസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അവസാനമായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് പാർശ്വ അർദ്ധ നൗകാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് വലതുവശം ചേർന്ന് ചെരിഞ്ഞു കിടക്കുക. വലത് കൈ തലയ്ക്ക് പുറകിലേക്ക് നീട്ടി തറയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ വലതുകാൽ താഴെയും ഇടതുകാൽ അതിനു മുകളിലും വരുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. ഇനി ഇടത് കൈ വയറിന് അല്പം മുൻവശത്ത് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തലയും മുകളിൽ വന്നിരിക്കുന്ന ഇടതുകാലും അല്പം ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും ഇടതുകാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല താഴ്ത്തിക്കൊണ്ടുവന്ന് വലതുകൈയുടെ മുകളിലും ഇടതുകാൽ താഴ്ത്തി വലതുകാലിന്റെ മുകളിലും വയ്ക്കാവുന്നതാണ്. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കുക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. ഇനി ശരീരം നേരെ കൊണ്ടുവന്ന് മലർന്നു കിടന്ന് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ്. വിശ്രമശേഷം വലതുവശത്തേക്ക് ചെരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ശരീരത്തെ ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വന്നും ചെയ്യാവുന്നതാണ്. അതായത് ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയും ഇടത് കൈ തലയ്ക്ക് മുകളിലേക്ക് നീട്ടി കമഴ്ത്തി വെക്കുകയും ഇടതുകാലിന്റെ മുകളിലായി വലതുകാൽ കയറ്റി വെക്കുകയും ചെയ്യുക. ഇനി വലത് കൈ ശരീരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തലയും മുകളിൽ വന്നിരിക്കുന്ന വലതുകാലും അല്പം ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക.
വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും വലതുകാലും ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം നട്ടെല്ലിന്റെ കശേരുക്കൾ ഇരുവശങ്ങളിലേക്ക് നല്ല രീതിയിൽ അയഞ്ഞു വരുന്നതിന് സഹായിക്കുന്നു. തുടയിലെ അമിതമായ കൊഴുപ്പിനെ ഇളക്കിക്കളയുന്നതിനും അതേപോലെ തന്നെ അരക്കെട്ടിന്റെ ഇരുവശങ്ങളിലുള്ള കൊഴുപ്പിനെ ഇളക്കിക്കളയുന്നതിനും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സന്ധിവാതം മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടുന്നതിനും കാലുകളിൽ ഉണ്ടാകുന്ന ഞരമ്പു തടിക്കലിന് കുറവ് കാണുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഇന്ന് നമ്മൾ പുതുതായിട്ട് പരിശീലിച്ചത് അർദ്ധപവനമുക്താസനം, മാർജാരാസനം, പാർശ്വ അർദ്ധ നൗകാസനം എന്നീ 3 എണ്ണമായിരുന്നു. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ഇന്ന് നമ്മൾ പരിശീലിച്ച 3 ആസനങ്ങളും അവ പരിശീലിക്കുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. പുതിയ 3 ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.